നമസ്കാരം. കഴിഞ്ഞ ദിവസം ശാസ്ത്രലോകം നൽകിയ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ലോകം ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. ആ മുന്നറിയിപ്പ് ഇങ്ങനെയായിരുന്നു: ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹം ഏത് നിമിഷം വേണമെങ്കിലും തകരാം. കഴിഞ്ഞ 100 വർഷത്തോളമായി ഇത് തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ തകർച്ച പൂർത്തിയാകാമെന്നും ഇത് വലിയ തോതിലുള്ള കാലാവസ്ഥയിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്നുമാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ്. പക്ഷേ ആശ്വാസകരമായ കാര്യം, സമീപ വർഷങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ളൊരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ ഒരു അപകട സാധ്യത നമ്മുടെ മുന്നിൽ വരുന്നത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുന്നത്. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്തുകൂടി ഒഴുകി അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് യൂറോപ്പിലേക്ക് നീങ്ങുന്ന വേഗതയേറിയതും ചൂടുള്ളതുമായൊരു സമുദ്രജല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. അറ്റ്ലാന്റിക് മെറിഡിയണൽ ഓവർ ടേണിംഗ് സർക്കുലേഷൻ അഥവാ അമോക് എന്ന ഔദ്യോഗികമായി വിളിക്കപ്പെടുന്ന അതിവിശാലമായ ഒരു ജലപ്രവാഹ വ്യവസ്ഥയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ ഗൾഫ് സ്ട്രീം. എന്നാൽ ഇതിനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് അത് ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ കാലാവസ്ഥയെ തന്നെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയുള്ള ഈ ഉഷ്ണജല പ്രവാഹത്തെ കോൺവോയർ ബെൽറ്റ് എന്നാണ് ഗവേഷകർ റോമനെ പേരിട്ട് വിളിക്കുന്നത്. കാരണം ആ ഒരു മേഖലയിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നില്ല. അതായത് സമശീതോഷ്ണാവസ്ഥ എന്ന കാലാവസ്ഥയെ, അതായത് തണുപ്പും ചൂടും അധികമില്ലാത്ത രീതിയിലുള്ള കാലാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. ഇത് പൂർണ്ണമായും തകരുകയാണെങ്കിൽ അത് വളരെ ഗുരുതരമായൊരവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് അവർ പറയുന്നത്. പല രാജ്യങ്ങളും സമശീതോഷ്ണാവസ്ഥ മാറിയതിന് ശേഷം അതിഭീകരമായ തോതിലുള്ള തണുപ്പ് അനുഭവപ്പെടുമെന്നാണ് പറയുന്നത്. UK-യിൽ താരതമ്യേന ഭേദപ്പെട്ട അവസ്ഥയായിരിക്കും എങ്കിൽ പോലും മറ്റ് പല രാജ്യങ്ങളിലും അതീവ ഗുരുതരമായ, മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പായിരിക്കും അനുഭവപ്പെടുക എന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ്. കൂടാതെ ശീതക്കൊടുങ്കാറ്റും അതുപോലെ വെള്ളപ്പൊക്കവും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഭാവിയിൽ കൃഷിയെ ഗുരുതരമായി തന്നെ ബാധിക്കും. കൂടാതെ ജലവിതരണത്തെയും ജലസേചന സംവിധാനങ്ങളെയൊക്കെ തന്നെ അപ്പാടെ ബാധിക്കാനാണ് സാധ്യത. കാരണം ഇത് സാധാരണഗതിയിൽ നമ്മുടെ മനുഷ്യന് സഹിക്കാൻ കഴിയുന്ന തണുപ്പിൻ്റെ എത്രയോ ഇരട്ടി തണുപ്പായിരിക്കാം ഇത് കാരണം ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെ ആകെ തന്നെ ഇത് വളരെ ദോഷകരമായി ബാധിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ്. ഗ്രീൻലാൻഡിനും ഐസ്ലാൻഡിനും ഇടയിൽ വളരെ വിശാലമായ ഒരു മേഖലയിൽ ഒരു വലിയ വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഇത് തണുത്ത ജലമുള്ള ഒരു വെള്ളക്കെട്ടാണ് ഇവിടെ ഉള്ളത്. എത്രയോ വർഷങ്ങളായി ഇത് ഇങ്ങനെ തന്നെ നിലനിന്ന് പോരുകയാണ്. മാത്രമല്ല, ഈ പ്രകൃതിയുടെ വിവിധ അവസ്ഥകളൊന്നും തന്നെ ഈ വെള്ളക്കെട്ടിനെ ബാധിക്കുന്നില്ല എന്നാണ് ഈ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഈ അമോക്കിന് ഉണ്ടാകാൻ പോകുന്ന ദുരന്തം ഇത് ഭാവിയിൽ ഏതൊക്കെ രാജ്യങ്ങളെ ഏതെല്ലാം രീതിയിൽ ദോഷകരമായി ബാധിക്കും എന്നാണ് ഇപ്പോൾ ഗവേഷകർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അമോക്ക് പൂർണ്ണമായും തകരുകയാണെങ്കിൽ വലിയ ശീതക്കൊടുങ്കാറ്റ് വരികയും അതിൻ്റെ ഫലമായി നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്യാനും സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പുണ്ട്. ഏതായാലും പ്രകൃതിയുടെ ഈ ഒരു അവസ്ഥയെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഉഷ്ണജല പ്രവാഹത്തിന് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത്. കഴിഞ്ഞ 100 വർഷത്തോളമായി ഈ ഗൾഫ് സ്ട്രീം എന്ന ഉഷ്ണജല പ്രവാഹം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്, ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് വലിയ താമസമില്ലാതെ തന്നെ അത് പൂർണ്ണമായും ഇല്ലാതാകും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ യൂറോപ്പിലെ വലിയൊരു ഭാഗത്തിൻ്റെ തന്നെ അവരുടെ കാലാവസ്ഥയെ പൂർണ്ണമായി ഇത് മാറ്റിമറിക്കും എന്നും ആളുകളുടെ നിത്യജീവിതത്തെ പോലും ഇത് ദോഷകരമായി ബാധിക്കും എന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം, ഇത് ഉടനെ ഒന്നും സംഭവിക്കുകയില്ല എന്നാണ്. ഒരുപക്ഷെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടായിരിക്കാം ഇതൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭൂമിയിലുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്കും തന്നെ ഇതുകൊണ്ടുള്ള ഭീഷണി ഉണ്ടാവുകയില്ല എന്നുള്ളത് ഉറപ്പാണ്.